സാമ്പ്രാണിക്കൊടിയിൽ എത്തിപ്പെട്ടു. അതൊരു ഐലൻഡ് കേട്ടോ. അപ്പം നമുക്ക് അവിടേക്ക് ബോട്ടിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ബോട്ടിൻ്റെ ചാർജായിട്ട് ഒരാൾക്ക് 150 റുപ്പീസ് വെച്ച് നമുക്ക് കൊടുക്കേണ്ടി വരും. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞ് ഐലൻഡാണ് കേട്ടോ ഇത്. അവിടെ എത്തിയിട്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് അറിയാതെ പകച്ച് നിൽക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. അവിടെ ഫുൾ 4 സൈഡിലും വെള്ളം കേട്ടോ. ഇങ്ങനെ കരയായിട്ടുള്ള ഏരിയ ഒട്ടുമില്ല. അപ്പോൾ അവിടെ ആദ്യം എനിക്കൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ കാലിൻ്റെ നടുക്ക് ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ നിൽക്കാനായിട്ട്. പിന്നെ നോക്കുമ്പോൾ കുഞ്ഞു കുട്ടികളും എല്ലാവരും നല്ല കൂളായിട്ട് നിൽക്കുന്നുണ്ടപ്പോൾ ഓക്കെ, കുറച്ച് സമാധാനമായി. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയി. ഈ സ്ഥലത്തിന് ഇങ്ങനെ ഈ പേര് വന്നതെന്നറിയോ? പണ്ട് കാലത്ത് ചൈനയിൽ നിന്നുള്ള ചെറിയ കപ്പലുകളൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഒരു ഐലൻഡിൽ വന്നിട്ട് നങ്കൂര ഇട്ടിരുന്നതായിട്ടും ഇവിടെയുള്ള പ്രദേശവാസികൾ ആ കപ്പലുകളെ ചാമ്പ്രാണി എന്ന് വിളിച്ചിരുന്നതായിട്ടും അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഈ പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. വലിഞ്ഞു കയറാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും ഞാൻ വലിഞ്ഞു കയറിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാനുള്ള പേരിൽ. ഇവിടെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വെള്ളം, അതുപോലെ എന്താ നെല്ലിക്ക, പൈനാപ്പിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്സ് ഉണ്ട്. പിന്നെ ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇവരെങ്ങനെയാണ് ഈ വെള്ളത്തിൽ ഇത്രയും സമയം നിൽക്കാമെന്ന് എനിക്കറിയില്ല. അത് കണ്ടപ്പോൾ കുറച്ച് കഷ്ടം തോന്നി കേട്ടോ. ഞങ്ങൾ നല്ല നട്ടുച്ച സമയത്താട്ടോ അവിടെ എത്തിയത്. നല്ല വെയിലായിരുന്നു. പക്ഷേ എന്നാലും ആ വെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ചൂട് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. അവിടെ നിന്നപ്പോൾ അറിയുന്നില്ലായിരുന്നെങ്കിലും ഇറങ്ങിയപ്പോൾ നന്നായിട്ട് അറിഞ്ഞു, അത് വേറെ കാര്യം. ഈ ചെടിയുടെ ഒക്കെ വേരുകൾ കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. ആ ഐലൻഡിൻ്റെ ആഴം അളക്കാൻ എന്ന പോലെ ഞാൻ ഇങ്ങോട്ട് നടന്നു പോവുകയാണ്. പിന്നെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നീന്താൻ അറിയാത്തത് കൊണ്ട് തന്നെ പണി വാങ്ങിക്കാൻ വയ്യ എന്ന് കരുതി ഞാൻ തിരിച്ച് വന്നായിരുന്നു. അവിടെ ഇങ്ങനെ സാമ്പ്രാണിക്കൊടി, ഐ ലവ് സാമ്പ്രാണിക്കൊടി എന്ന ബോർഡൊക്കെ വെച്ചിട്ട് ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കപ്പിൾസൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ ടേൺ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മണ്ടിയിലേക്ക് വലിഞ്ഞു കയറാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. എൻ്റെ പരവ് കണ്ടിട്ടാന്ന് തോന്നുന്നു അവർ മാറി തന്നു. അതിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു. എന്നാലും ഞാൻ വീട്ടില്ല, വലിഞ്ഞു കയറിയായിരുന്നു. പിന്നെ ഇവിടെ വള്ളത്തിൽ കയറിയിട്ട് ഒരു സവാരിയും കൂടെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് അതിന് സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യണം. ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണ് പേയ്മെൻറ്റ് വരുന്നത്. 50 രൂപയ്ക്കാണെങ്കിൽ കുറച്ച് ഏരിയ കവർ ചെയ്യും. പിന്നെ അല്ലാണ്ട് ഒരു 100 റുപ്പീസിനാണെങ്കിൽ കുറച്ചും കൂടെ അധികം ഏരിയാസ് കവർ ചെയ്യും. അപ്പം നമുക്ക് ഇതല്ലാണ്ട് വേറെ ഒത്തിരി ഐലൻഡ്സൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മൾ ആ സ്റ്റാർട്ടിങ് 150 റുപ്പീസ് കൊടുത്ത് വന്നതിനേക്കാളും ഭയങ്കര വൃത്തിയായിട്ട് തോന്നിയത് ഇതാട്ടോ. ഇതാകുമ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് നേരം എന്താ പറയുക, ഒത്തിരി പ്ലേസസ് എക്സ്പ്ലോർ ചെയ്തു. നല്ല കൂൾ ആൻഡ് കാമായിട്ട് ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഇതാട്ടോ ഇഷ്ടപ്പെട്ടത്. അതുമാത്രമല്ല ഇത് കുറച്ചുകൂടെ വൃത്തിയായിരുന്നു. ഒരു 50 റുപ്പീസ് ആണെങ്കിലും അതിനു വേണ്ടി വൃത്തിയായിരുന്നു ഈ ഒരു ട്രാവൽ. ഈ കാണുന്ന എല്ലാം ഓരോരോ കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സ് ആണ് കേട്ടോ. ഇവിടുത്തെ ടൈമിങ് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഒരു ഈവനിങ് ടൈമിലൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രസമായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വന്നത് ഉച്ചയ്ക്കാണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിൽ അടിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്ന, വേർക്കുന്ന അങ്ങനെയൊന്നും ഇല്ലെങ്കിലും എക്സോസ്റ്റ് ആയി പോകും നമ്മൾ പെട്ടെന്ന്, ഇത്രയും വെയിലായതുകൊണ്ട്. അങ്ങനെ വഞ്ചിയിലെ ഒരു ചെറിയൊരു യാത്രയും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് അങ്ങ് തളർന്നു. ഇത്രയും ഇത് വെയിലൊക്കെ അടിച്ചിട്ട്
പിന്നെ തിരിച്ച് ഇത്രയും ട്രാവൽ ചെയ്ത് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരണ്ടേ, അപ്പോൾ പിന്നെ അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ പോയിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കൊല്ലത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് പോയിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ.